ചില ഒഴിവാക്കലുകൾ, കുട്ടികളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള മാതാപിതാക്കളുടെ ബന്ധം, കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളാണ് ഇതിന് ഏറ്റവും കാരണമാകുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും ചില ശൈലികളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ചില ഇടപെടലുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതെല്ലാം നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്നില്ലേ? എബി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. താങ്ക് യു. ഞാൻ പറഞ്ഞു നിർത്തിയിടത്തു നിന്ന് തുടങ്ങാം. കാരണം ഇപ്പം മേരി മാഡം പറഞ്ഞതുപോലെ ഇതിന്റെ പ്രശ്നങ്ങൾ, കാരണങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാം. അതിനുള്ള പരിഹാരങ്ങളും നമ്മളുടെ കയ്യിലുണ്ട്. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് ഇത് എങ്ങനെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നത് വലിയൊരു കാര്യമാണ്. കാരണം പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും കാരണങ്ങൾ അറിയാതെ വരികയും അതിന്റെ പ്രശ്ന പരിഹാരം അറിയാതെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഈ കേസിൽ അതിനുള്ള കാരണങ്ങൾ കൃത്യമായിട്ട് മേരി മാഡം പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മൂല കാരണങ്ങൾ മാഡം പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള പരിഹാരങ്ങളും നമ്മളുടെ കയ്യിലുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് ഈ മാഫിയയുടെ വലിയ രീതിയിലുള്ള കൈകടത്തലുകളും അതിന്റെ വേരുകളുമാണ്. അത് നമ്മളത് മാറ്റിയെടുക്കണമെങ്കിൽ പോലീസും അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളും പ്രവർത്തിച്ച് തന്നെ മതിയാവും. അതിനോടൊപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് സംഭവിച്ചതിന് ശേഷം എന്തെങ്കിലും നമുക്ക് ചെയ്യുന്നു എന്നതിനേക്കാൾ അത് സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ആസ് എ ടീച്ചർ, ഒരു അധ്യാപകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ കൂടുതൽ വറീഡ് ആയിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞത് കൃത്യമായിട്ട് കേട്ടില്ലെങ്കിൽ ഞാൻ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കുട്ടികളും ടീച്ചേഴ്സുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ വീടുകളിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല എങ്കിൽ പോലും ഒരു കുട്ടി ഏറ്റവും കൂടുതൽ അവന്റെ ഡേ ടൈമിൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലും മറ്റുമാണ്. അപ്പം അവിടെ ഈ കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയാൻ അധ്യാപകർക്ക് കഴിയും. ആ അധ്യാപകർ എങ്ങനെ ആവണം എന്ന്, ഇപ്പൊ ഞാൻ ഒരു അധ്യാപകനാണ്. അപ്പം കുട്ടികളുടെ ഈ മാറ്റങ്ങൾ അറിയണമെങ്കിൽ അവരിൽ ഒരാളായിട്ട് അവരിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ എനിക്കത് തിരിച്ചറിയാൻ കഴിയൂ. അങ്ങനെ എത്ര അധ്യാപക കുട്ടികളെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ മനസ്സുമായി അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. അത് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ആ പ്രശ്നമുണ്ട്. കാരണം കുട്ടികൾ എത്രമാത്രം അധ്യാപകരുമായിട്ട് ചേർന്ന് പോകുന്നു, അധ്യാപകരുമായിട്ട് എത്രമാത്രം ഒരു റാപ്പോയും, പണ്ടൊക്കെ നമ്മളൊക്കെ അല്ലെങ്കിൽ എന്റെയോ അല്ലെങ്കിൽ എന്റെ മുമ്പുള്ള തലമുറയോ ഒക്കെ അധ്യാപകരുമായിട്ട് ഉണ്ടായി അതിൽ ആ ബന്ധം ഉണ്ടായിരുന്ന സമയത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അധ്യാപകർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും അതുവഴി കുട്ടികളിൽ എന്തെങ്കിലും ആ മാറ്റങ്ങൾ കൃത്യമായിട്ട് അവരുടെ പേരൻസിനെ അല്ലെങ്കിൽ കുടുംബത്തിൽ അറിയിച്ച് ഈ പ്രശ്നങ്ങളെ അതിന്റെ അടിസ്ഥാനപരമായിട്ട് അതിനെ നമ്മൾ തിരുത്താൻ കഴിയുമായിരുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ വടകായ സംഭവം എന്തുകൊണ്ട് അറിയാൻ ആ ഉമ്മ ഇത്രയേറെ വൈകി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ഒരുപക്ഷെ അതിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഈ ഉമ്മ ഇത് തിരിച്ചറിഞ്ഞുവെങ്കിൽ ഒരുപക്ഷെ ഈ കുട്ടിയെ അതിൽ നിന്ന് രക്ഷിക്കാമായിരുന്നു. ഇത്രയേറെ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിച്ചിടേണ്ട ഒരു ആവശ്യവും. പക്ഷെ നമ്മുടെ പേരൻസിനും നമ്മുടെ ടീച്ചേഴ്സിനും പലപ്പോഴും കുട്ടികളെ ഈ മാറ്റങ്ങൾ തിരിച്ചറിയാതെ വരുന്നത് ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ബന്ധങ്ങളുടെ അകൽച്ച തന്നെയാണ്. പേരൻസ് പിന്നെ ഈ ദാരിദ്ര്യം എന്നുള്ളൊരു കാര്യം മാഡം സൂചിപ്പിച്ചത് കറക്റ്റ് ആണ്. കാരണം നമ്മുടെ പേരൻസ്, നമുക്കറിയാം, നമ്മുടെ ചുറ്റിനുമുള്ള ഒരു 10 അല്ലെങ്കിൽ 20 പേരൻസിനെ നമ്മൾ 20 വീടുകൾ എടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാരായി ജോലി ചെയ്യുന്ന ആൾക്കാര് ദിവസവും ജോലി ചെയ്തതിനു ശേഷം, കൂലിപ്പണി ചെയ്തതിനു ശേഷം വൈകുന്നേരം മദ്യപിച്ച് വന്നു കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. നേരെ മറിച്ച് കുട്ടികളുടെ മുന്നിൽ മദ്യപിക്കുക, അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള സാമൂഹിക ബോധമുള്ള പേരൻസ് നമ്മളെ സംബന്ധിച്ച് വളരെ കുറവാണ്, നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. അത് എങ്ങനെ നേടിയെടുക്കണം എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം സാമൂഹികപരമായി നമ്മൾ ഉയർന്നു വരിക എന്നുള്ളതാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും മലയാളികളെ സംബന്ധിച്ച് ഇന്ത്യയിൽ കൂടുതലായിട്ട് മലയാളികൾ എന്താ പറയുക, സാമൂഹികപരമായും അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അത് കുറെ പ്രദേശങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ അത്ര എഡ്യൂക്കേഷനലി ഫോർവേഡ് ആയ ആൾക്കാർ